ഹരിശ്രീ ഗണപതയെ നമ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. സാനന്ദരൂപം സകലപ്രബോധമാനന്ദദാനാമൃത പാരിജാതം മാനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. സുഖബന്ധനം. രക്ഷോപരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുഗനാം നിശാചരൻ പുഷ്കരേ നിന്നു വിളിച്ചു ചൊല്ലിയിടിനാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം. രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ ഭാസ്കരസൂനോ പരാക്രമവാരിധേ ഭാനുതനയനാം ഭാഗതേയാംബുധേ വാനരരാജമഹാകുലസംഭവ. ആതിഥേയേന്ദ്രസുതാനുജനാകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം. നിന്നോടു വൈരമെനിക്കേതുമില്ല, മറ്റൊന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ. രാജകുമാരനാം രാമഭാര്യാമഹം വ്യാജേന കൊണ്ടുപോന്നേനതിനെന്തുതേ. മർക്കടസേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്കു പൊയ്ക്കൊള്ളുക നീ. ദേവാദികളാൽ ഉപപ്രാപ്യമായൊന്നു കേവലമെന്നുടെ ലങ്കാപുരമെടോ. അല്പസാന്മാർ മനുഷ്യരുമെത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തൊന്നു കാട്ടുന്നിതെന്നോടിവിടെ വന്നന്ധകാരം നിനച്ചിടായിക നീ വൃഥാ. ഇത്തം സുഗോക്തികൾ കേട്ടു കപികുലമുദ്ധായ ചാടിപ്പിടിച്ചാരതിദ്രുതം. മുഷ്ടിപ്രഹരങ്ങളേറ്റു സുഗനതിക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ കാരുണ്യവാരിധേ രാമനാഥ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ, നാഥ ധർമ്മത്തെ രക്ഷിച്ചുകൊള്ളേണമേ. വാനരന്മാരെ നിവാരണം ചെയ്കാശു മാനവവീര ഹതോഹം പ്രപാഹിമം. ഇത്തം സുഖപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ. വാനരന്മാരെ വിലക്കിനാൻ അന്നേരം ആനന്ദമുൾക്കൊണ്ടുയർന്നു ശുഗൻ തഥാ. ചൊല്ലിനാൻ സുഗ്രീവനോടു ഞാനെന്തോന്നു ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോടതു ചൊല്ലിയിടുകെന്നതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാനാശു ശുഗനോടു സത്വരം. ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനെയും കൊല്ലേണമാശു സപുത്രബലാൻവിധം. ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകേണമെനിക്കു കിഷ്കിന്ധയ്ക്കു രണ്ടില്ലതിനെന്നു ചെന്നു ചൊല്ലിയിടു നീ. അർക്കോത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവർക്കാന്വയോദ്ഭവൻ താനുമരുൾ ചെയ്തു. വാനരന്മാരെ ശുഗനെ ബന്ധിച്ചുകൊണ്ടൂനമൊഴിഞ്ഞിങ്ങു കാത്തുകൊണ്ടിടുവിൻ. ഞാനുര ചെയ്തേ അയക്കാവിതെന്നതും ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ. ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോടു ചൊല്ലിയിടിനാൻ വാർത്തകളുള്ള വണ്ണം. അതു കേട്ടൊരു രാത്രീഞ്ചരേശ്വരനാകിയ രാവണനാർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താൻവിധം. ചീർത്തഖേദത്തോടു ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാഞ്ഞിരുന്നീടിനാൻ. സേതുബന്ധനം. തൽക്കാലമർക്കകുലോത്ഭവൻ രാഘവനർക്കാത്മജാതി കവിവരന്മാരോടും രക്ഷോപരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരുമൊന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായൊരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നതു തോന്നിയതങ്ങനെ തന്നെ എന്നർണവതീരേ കിഴക്കു നോക്കി തൊഴുതർണോജലോചനനാകിയ രാഘവൻ ദർഭവിരിച്ചു നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും. മൂന്നഹോരാത്രമുപാസിച്ചിതങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാമീശ്വരൻ. ഏതുമിളകീല വാരിധിയുമതിക്രോധേന രക്താന്തനേത്രനാം നാഥനും.
കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ, കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം. ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മദീയ പൂർവന്മാർ വളർത്തതുമിന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിൽ ആകുലമെന്നിയേ വാഴുകിലെന്നുമേ. നഷ്ടമാക്കിയിടുവൻ വെള്ളം കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയക്കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലീമുഖവിക്രമം. ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ, വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം. ഇത്തം രഘുവരൻ വാക്കുകേട്ടന്നേരം പൃഥ്വീരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ധിയും ക്ഷോഭിച്ചു മിട്ടാൽ കവിഞ്ഞു വന്നു തുങ്കമായ തരംഗാവലിയൊടും. ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിതത്യുഗ്രനക്രമീമിത്സഷാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടുമപ്പതി ദിവ്യാഭരണ സമ്പന്നനായി. പത്തുദിക്കും നിറഞ്ഞോരു കാന്ത്യാ നിജ ഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും. വിത്രസ്തനായി രാമപാദാന്തികെ വച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു. രക്താന്തലോചനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹി മാം ത്രൈലോക്യപാലക, ത്രാഹി മാം വിഷ്ണോ ജഗൽപദേ. ത്രാഹി മാം പൗലസ്ത്യനാശന, ത്രാഹി മാം രാമ രമാപദേ. ആദികാലേ തവ മായാ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം. സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി. സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായി, കഷ്ടമതാർക്കു നീക്കാവൂ തവ മതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും. മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെ ഇന്നന്യഥാ കർത്തുമാരുള്ളതു ശക്തരായി. താമസോദ്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോഭാദികളും താമസഗുണം. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞു ഭവാൻ. കാരണപൂരുഷനായി ഗുണാത്മാവുമായി. അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായിതു ദേവാദികൾ തഥാ. തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ തദ്രജോഭൂതങ്ങളായി പ്രജേശാദികൾ. തത്തമോദ്ഭുതനായി ഭൂതപതിതാനുമുത്തമ പുരുഷ രാമദയാനിധേ. മായയാച്ഛന്നനായി ലീലാമനുഷ്യനായി മായാഗുണങ്ങളെ കൈകൊണ്ട നാരദം. നിർഗുണനായി സദാ ചിദ്ഘനനായൊരു നിഷ്കളനായി നിരാകാരനായിങ്ങനെ മോക്ഷദനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാനെങ്ങിനെയറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്കു സന്മാർഗപ്രാപകമോർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും. ദുഷ്ടപശൂനാം യഥാ ലകുടം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശാം. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരുണപുരുഷം കാരുണ്യസാഗരം. നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമശീശം ശരണം ഗതോസ്മി ഞാൻ.
രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമലങ്കാമാർഗമാശുതമാമിതേ. ഇത്തം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ താനുമരുൾ ചെയ്തു. ബാണം മതീയമോഘമതിന്നിഹ വേണമൊരു ലക്ഷ്യമെന്തതിനുള്ളതും വട്ടമില്ലാതൊരു ലക്ഷ്യമതിന്നു നീ കാട്ടിത്തരേണമെനിക്കു വാരാനിധേ. അർണവനാഥനും ചൊല്ലിനാനന്നേരം അന്യൂന കാരുണ്യസിദ്ധോ ജഗൽപദേ. ഉത്തരസ്യാം ദിശി മത്തീരഭൂതലേ ചിത്രദ്രുമതുല്യദേശം സുഭിക്ഷതം. തത്ര പാപാത്മാക്കളുണ്ടു നിശാചരരെത്രയും പാരമുപദ്രവിച്ചിടുവോർ. വേഗാലവിടേക്കയക്ക ബാണം തവ ലോകോപകാരമാമതു നിർണയം. രാമനും ബാണമയച്ചാനതു നേരം ആമയം തേടിയിടുമാഭീരമണ്ഡലം. എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നുമെല്ലവേ തുണീരവും പുക്കിതാതരാൽ. ആഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം. തഥാ തൽക്കുലദേശവും അന്നു തൊട്ടെത്രയും മുഖ്യജനപദമായി വന്നിതിപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാദരമന്നേരമാകുലമെന്നിയേ മജ്ജലേ സത്വരം. സേതുബന്ധിക്ക നളനാം കവിവരൻ ഏതുമവനൊരു ദണ്ഡമുണ്ടായി വരാ. വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പക്രിയാ തൽപരനെത്രയും. വിശ്വദുരിതാപഹാരിണിയായിത്തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും. വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടനബ്ധിയും മെല്ലെ മറഞ്ഞരുളിയിടിനാൻ. സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവലക്ഷ്മണന്മാരോടും. പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തിതു സേതു സംബന്ധനെ. തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം. പർവ്വതതുല്യ ശരീരികളാകിയ ദുർവാരവീര്യമിയെന്ന കവികളും സർവദിക്കിങ്കലും നിന്നു സരഭസം പർവ്വതപാഷാണപാദ ജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തെരുതരെ കുണ്ഡവിഹീനം പടുത്തു തുടങ്ങിനാൻ. നേരെ ശതയോജനായതമായുടനിരഞ്ചു യോജന വിസ്താരമാം വണ്ണം ഇത്തം പടുത്തു തുടങ്ങും വിധൗ രാമ ഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ. വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമമരുൾ ചെയ്തു. ഉത്തമമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്നിച്ചു ഭക്ത്യ നമസ്കൃത്യ രാജീവലോചനനേവമരുൾ ചെയ്തു. യാതൊരു മർത്യനിവിടെ വന്നാദരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരത്തെയും ഭക്ത്യാ ഭജിക്കുന്നതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടു വേർപെട്ടതി ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ. മുക്തിയും വന്നിടുമില്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടുവണങ്ങിപ്പുറപ്പെട്ടു ശുദ്ധനായി കുണ്ഠിത കൈവിട്ടു വാരാണസി പൂക്കു. ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം ഗംഗാസലിലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തത് ശ്രീമൽ സമുദ്രേ കളഞ്ഞു തൽഭാരവും. മജ്ജനം ചെയ്യുന്ന മർത്യനെന്നോടു സായുജ്യവും വരുമതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തിതു. രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും. വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ. വിദ്രുതമദ്രിപാഷാണ തരുക്കളാലതിനെ തീർന്നു 14 യോജന. തീർന്നിതിരുപതു യോജന പിറ്റേനാൾ
മൂന്നാം ദിനം 21 യോജന, നാലാം ദിനം 22 പോലെ 23 ദിനം 5 നാൾ കൊണ്ടു ശതയോജനായതം ചഞ്ചലമെന്നിയേ തീർന്നോരനന്തരം സേതുവിന്മേലേ നടന്നു കവികളുമാതങ്കഹീനം കടന്നു തുടങ്ങിനാർ. മാരുതി കണ്ഠേ കരേറി രഘുത്തമൻ, താരേയ കണ്ഠേ സുമിത്രാതനയനും ആരൂഹ്യ ചെന്നു സുബേലാചലമുകളേറിനാൻ വാനരസേനയോടും ദ്രുതം. ലങ്കാപുരാലോകനാശയാ രാഘവൻ ശങ്കാവിഹീനം സുബേലോചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജംഭാരി തൻ പുരിവൊത്ത ലങ്കാപുരം. സ്വർണമയധ്വജപ്രാകാരതോരണപൂർണം മനോഹരം പ്രാസാദസങ്കുലം കൈലാസശൈലേന്ദ്രസന്നിഭഗോപുര ജാലപരിഘ ശതഗ്നീസമന്വിതം. പ്രാസാദമൂർധ്നി വിസ്തീർണദേശേ മുദാ വാസതുല്യപ്രഭാവേന രാവണൻ. രത്നസിംഹാസനെ മന്ത്രിഭിः സങ്കുലേ രത്നദണ്ഡാദപത്രൈരൂപശോഭിതേ. ആലവട്ടങ്ങളും വെൺചാമരങ്ങളും ബാലതരുണിമാരെ കൊണ്ടു വീച്ചു. നീലശൈലാഭം ദശ കിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘുത്തമൻ. വിസ്മയം കൈകൊണ്ടു മാനിച്ചു മനസേ സസ്മിതം വാനരന്മാരോടു ചൊല്ലിനാൻ. മുന്നേ നിബദ്ധനായൊരു ശുകാസുരൻ തന്നെ വിരവോടയയ്ക്കമടിയാതെ ചെന്നു ദശഗ്രീവനോടു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ. രാവണശുക സംവാദം. എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. പങ്ക്തിമുഖനും അവനോടു ചോദിച്ചാനെന്തു നീ വൈകുവാൻ കാരണം ചൊൽകടോ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാനവിരോധം വരുത്തിയാരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടടോ. രാത്രിഞ്ചരോക്തി കേട്ടു ശുഖൻ പരമാർത്ഥം ദശാനനോടു ചൊല്ലിയിടിനാൻ. രാക്ഷസരാജപ്രവര ജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ. സിന്ധു തന്നുത്തര തീരോപരി ചെന്നൊരന്തരമെന്നിയേ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരേ. രാമ രാമപ്രഭോ പാഹി പാഹീതി ഞാനാമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു ദൂതനവധ്യനയപ്പിനയപ്പിനെന്നാദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരുമയച്ചാരതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവവീരനനുജ്ഞയാ സാദരം. പിന്നെ രഘൂത്തമൻ എന്നോടു ചൊല്ലിനാൻ, ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക, സീതയെ നൽകിയിടുകൊന്നുകിലല്ലായികിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലുമൊന്നുഴറിച്ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്ധനായി പോന്നിങ്ങിരുന്നു കൊണ്ടു ഭവാൻ. പോരുമതിന്നു ബലമെങ്കിൽ എന്നോടു പോരിനായി കൊണ്ടു പുറപ്പെടുക ശുനി. ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തെന്നുള്ളിൽ വന്നിങ്ങു പുക്കൊരു രോഷവുമാശു തീർത്തിയിടുവൻ. നക്തഞ്ചരകുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുക ശുനി എന്നരുളി ചെയ്തിരുന്നരുളിയിടിനാൻ നിന്നുടെ സോദരൻ തന്നോടുകൂടവേ. സുഗ്രീവലക്ഷ്മണന്മാരോടുമൊന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ. കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശ കണ്ഠപ്രഭോ കവിപുങ്കവപാലിതം. പർവ്വതസന്നിഭന്മാരായ വാനരരുർവികുലുങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവൻ. ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം.
സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാം വരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കെട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവർ 100,000 പടയോടും രിപുക്കളെ നീറാക്കുവാനുഴറ്റോടെ വാൽ പൊങ്ങിച്ചു. കാലനും പേടിച്ചു മണ്ടും അവരോടു നീലനാം സേനാപതി വന്നിനന്ദനൻ അംഗതനാകുമിളയ രാജാവതിനങ്ങേതു പത്മകിഞ്ചൽക്ക സമപ്രഭൻ. വാൽ കൊണ്ടു ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദനനദ്രിശ്രിയഗോപമൻ തൽപാർശ്വസീംനി നിൽക്കുന്നതു വാദജൻ ത്വൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ. സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രനാം ശ്വേതൻ രജതസമപ്രഭൻ രംഭനങ്ങേതവൻ. മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ. മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ. സേതുകർത്താവാം നളനീതങ്ങേതതു ബോധമേറും വിശ്വകർമാവുതൻ മകൻ. താരൻ പനസൻ കുമുദൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതിതൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാദി ശതബലി. സാരനാം ജാംബവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ദതിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനരനായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനരനായകന്മാർ 67 കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്ക 21 വള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം. ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാശ സംഭവന്മാരിവരെ വരും. ശ്രീരാമദേവനും മാനുഷനല്ലതി നാരായണനാം പരൻ പുരുഷോത്തമൻ. സീതയാകുന്നതു യോഗമായാ ദേവി സോദരൻ ലക്ഷ്മണനായതനന്ദനും. ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴിപോലെ വൈരമവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മനസ്സേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവനും. പഞ്ചപഞ്ചാത്മക തത്വങ്ങളെക്കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി ത്വങ്മാംസമേതാസ്തിമൂത്രമലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധമെത്രയും ഞാനെന്ന ഭാവം അതിങ്കലുണ്ടായി വരും. ജ്ഞാനമില്ലാത്ത ജനങ്ങൾക്കതോർക്ക നീ. ഹന്തജടാത്മകമായ കായത്തിങ്കലെന്തൊരവസ്ഥ ഭവിക്കുന്നതും ധിമാം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാദകൗഘങ്ങൾ കൃതങ്ങളാകുന്നതും. ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദി മൂലമായി സമ്പദിക്കും ദൃഢം. പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം. ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാലവശത്വേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളകനീ. ആത്മാവു നിർമ്മലനവ്യയനദ്വയനാത്മാനമാത്മനാ കണ്ടു തെളിക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതമാത്മനി തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സൂകരാശ്വാദിദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ. ദേഹം വിവേകാഢ്യമായതു പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു. കർമ്മഭൂവാമത്ര നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം. ധന്യനായുള്ളവനോർക്ക മഹാമതേ. പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഘോരതബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ
പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ. ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മനസ്സേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നതാത്മാ പരനദ്വയൻ. സീതയെ രാമനു കൊണ്ടക്കൊടുത്തു തൻ പാദപത്മാനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലായികിലാശു കീഴ്പോട്ടു പോയി ചെല്ലും. നരകത്തിലില്ലൊരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു. നല്ല ജനത്തോടു ചോദിച്ചു കൊൾകടോ. രാമരാമേതി രാമേതി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം ദേവം മരതകാന്തികാന്തം രമാ സേവിതം ചാപബാണായുധം രാഘവം. സുഗ്രീവസേവിതം ലക്ഷ്മണസായുധം രക്ഷാനിപുണം വിഭീഷണസേവിതം. ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊൾകിലോ മുക്തി വന്നിടുമതിനില്ല സംശയം. ഇത്തം ശുഗവാക്യമജ്ഞാനനാശനം ശ്രുത്വാ ദശാസ്യനും ക്രോധാതാമ്രാക്ഷനായി ദഗ്ധനായി പോകും ശുഗനെന്നു തോന്നുമാറത്യന്തരോഷേണ നോക്കിയുര ചെയ്താൻ. ഭൃത്യനായുള്ള നീ ആചാര്യനെപ്പോലെ നിസ്ത്രപം ശിക്ഷ ചൊൽവാൻ എന്തു കാരണം. പണ്ടു നീ ചെയ്തൊരുപകാരമോർക്കയാൽ ഉണ്ടുകാരുണ്യമെനിക്കതുകൊണ്ടു ഞാൻ. ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശുമറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടുപൊറുപ്പാൻ ക്ഷമയുമെനിക്കില്ല. എന്നുടെ മുൻപിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ. എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നുതൻ മന്ദിരം പൂക്കിരുന്നീടിനാൻ. ശുഗന്റെ പൂർവവൃത്താന്തം. ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാ ശുഗൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം. കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടു ദേവകൾക്കഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്കു വിനാശത്തിനായിക്കൊണ്ടും യാഗാദികർമ്മങ്ങൾ ചെയ്തുമേവീടിനാൻ. യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാക്ഷസ നിന്ദാപരനായി മരുവും ദശാന്തരേ. നിർജരവൈരി കുലശ്രേഷ്ഠനാകിയ വജ്രദംഷ്ട്രൻ മഹാദുഷ്ടൻ നിശാചരൻ. എന്തോന്നു നല്ലു ശുഗോപകാരത്തിനെന്നന്തരവും പാർത്തിരിക്കും വിധൗ കുംഭോത്ഭവനാമഗസ്ത്യൻ ശുഗാശ്രമേ സംപ്രാപ്തനായാനൊരു ദിവസം ബലാൽ. സംഭൂജിതനാമഗസ്ത്യതബോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിതനാകയാൽ സ്നാതും ഗതേ മുനൗ കുംഭോത്ഭവേ തഥാ യാതുധാനാധിപൻ വജ്രദംഷ്ട്രാസുരൻ. ചെന്നാനഗസ്ത്യരൂപം ധരിച്ചന്തരാ ചൊന്നാൻ ശുഗനോടു മന്ദഹാസാൻവിധം. ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയുണ്ടിട്ടു മൃഷ്ടമായുണ്ണേണമിന്നു നമുക്കെടോ. ഛാഗമാംസം വേണമല്ലോ കറി മമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ. ചൊന്നാളവേ ശുഗൻ പത്നിയോടും തഥാ ചൊന്നാനതങ്ങനെ എന്നവളും ചൊന്നാൾ. മധ്യേ ശുഗപത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാ. മർത്യമാംസം വിളമ്പിക്കൊടുത്തമ്പോടു തത്രൈവ വജ്രദംഷ്ട്രൻ മറഞ്ഞിടിനാൻ. മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രുധനായി ക്ഷിപ്രം ശുഗനെ ശപിച്ചിതു. മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായിനി പൃഥ്വിയിൽ വാഴുക മത്തവോ വൈഭവാൽ. ഇത്തം ശപിച്ചതു കേട്ടു ശുഗൻ താനുമെത്രയും ചിത്രമിതെന്തൊരു കാരണം. മാംസോത്തരം ഭുജിക്കേണമെനിക്കെന്നു ശാസനം ചെയ്തതും മറ്റാരുമല്ലല്ലോ. പിന്നെയതിന്നു കോപിച്ചു ശപിച്ചതുമെന്നുടെ ദുഷ്കർമ്മമെന്നേ പറയാവൂ. ചൊല്ലെന്തു പറഞ്ഞതു നീ സഖേ നല്ല വൃത്താന്തമിതെന്നോടു ചൊല്ലണം. എന്നതു കേട്ടു ശുഗനും അഗസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷമീ ദിജ്ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു.
വ്യഞ്ജനം മാംസസമന്വിതം വേണമെന്നഞ്ചസാ ഞാനതു കേട്ടിതു ചെയ്തതും. ഇത്തം ശുഗോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. വൃത്താന്തമുൾക്കാമ്പു കണ്ടു കണ്ടോരളവുൾത്താപമോടരുൾ ചെയ്താനഗസ്ത്യനും. വഞ്ചിതന്മാരായി വയംബദ യാമിനീ സഞ്ചാരികളിതു ചെയ്തതു നിർണയം. ഞാനുമതിമൂഢനായി ചമഞ്ഞേൻ ബലാലുനംബരാ വിധിതൻ മതമെന്നുമേ. മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം സത്യപ്രധാനനല്ലോ നീയുമാകയാൽ. നല്ലതു വന്നുകൂടും മേലിൽ നിർണയം. കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയി ആരാമസീമനി വച്ചുകൊള്ളും ദൃഢം. രാവണഭൃത്യനായി നീയും വരും ചിരം, കേവലം നീ അവനിഷ്ടനായും വരും. രാഘവൻ വാനരസേനയുമായി ചെന്നൊരാകുലമെന്നിയേ ലങ്കാപുരാന്തികെ. നാലുപുറവും വളഞ്ഞിരിക്കുന്നൊരു കാലമവസ്ഥയറിഞ്ഞു വന്നിടുവാൻ. നിന്നയക്കും ദശാനനൻ അന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോടു ചൊല്ലുക. രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശു നീ. രാക്ഷസഭാവമശേഷമുപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജിത്വവും വന്നുകൂടും ദൃഢം. ഇത്തമനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യം തപോധനവാക്യം മനോഹരം. മാല്യവാൻ്റെ വാക്യം. ചാരനായൊരു സുഖൻ പോയനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരെ വന്നിതു രാവണമാതാവു തൻ പിതാഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ. സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു രക്ഷോവരനുമിരുത്തി യഥോചിതം. കൈകസീതാതൻ മതിമാൻ വിനീതിമാൻ കൈകസീ നന്ദനൻ തന്നോടു ചൊല്ലിനാൻ. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണമനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങളീ ജാനകിലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു. കണ്ടീലയോ നാശഹേതുക്കളായി ദശകണ്ഠപ്രഭോ നീ നിരൂപിക്ക മാനസേ. ദാരുണമായിടിവെട്ടുന്നിതന്വഹം ചോരയും പെയ്യുന്നിതുഷ്ണമായെത്രയും. ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു ദേവിയാം കാളിയും ഘോരദംഷ്ട്രാൻവിധം. നോക്കി നിൽക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു. മൂഷികൻ മാർജാരനോടു പിണങ്ങുന്നു രോഷാൽ നകുലങ്ങളോടും അവണ്ണമേ. പന്നകജാലം ഗരുഡനോടും തഥാ നിന്നെതിർത്തിടാൻ തുടങ്ങുന്നു നിശ്ചയം. മുണ്ടനായേറ്റം കരാളവികടനായി വർണ്ണവും പിംഗലകൃഷ്ണമായി സന്തതം. കാലനയുണ്ടു കാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളോന്നിതു നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിനത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ. വംശത്തെ രക്ഷിച്ചുകൊള്ളുവാനേതുമേ സംശയമെന്നിയെ സീതയെ കൊണ്ടുപോയി രാമപാദേ വച്ചു വന്നിക്ക വൈകാതെ. രാമനാകുന്നതു വിഷ്ണുനാരായണൻ. വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചുകൊള്ളുകദ്വയനാം പരമാത്മാനമവ്യയം. ശ്രീരാമപാദബോധം കൊണ്ടു സംസാര വാരിധിയെ കടക്കുന്നിതു യോഗികൾ. ഭക്തി കൊണ്ടന്തഃകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചുകൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചു കൊള്ളുക. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചുകൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പഥ്യം നിനക്കിതു ചിന്തിക്ക മാനസേ. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോടു ശാന്തനാം മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടുപൊറാഞ്ഞു ദശമുഖൻ. പിന്നെയം മാല്യവാൻ തന്നോടു ചൊല്ലിനാൻ. മാനവനായ കൃപണനാം രാമനെ മനസ്സേ മാനിപ്പതിനെന്തു കാരണം.
മർക്കടാലംബനം നല്ല സാമർഥ്യമെന്നുൾക്കാമ്പിലോർക്കുന്നവൻ ജളനെത്രയും രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തെ പോയാലുമിനി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ടു നിർണയം. വൃദ്ധൻ ഭവാൻ അതിസ്നിഗ്ധനാം മിത്രമീദ്യുക്തികൾ കേട്ടാൽ പൊറുത്തുകൂടാ ദൃഢം. ഇത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശവക്ത്രനും പ്രാസാദമൂർധ്നി കരേറിനാൻ. ഇത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശവക്ത്രനും പ്രാസാദമൂർധ്നി കരേറിനാൻ. അടുത്ത അധ്യായത്തിൽ യുദ്ധാരംഭമാണ്. ശ്രീമൽപൂർവം രാമതപോവന നിഗമനം, സുത്വാമൃതം കാഞ്ചനം, വൈദേഹീഹരണം, ജടായുമരണം, സുഗ്രീവ സംഭാഷണം, ബാലിനിഗ്രഹണം, സമുദ്രതരണം, ലങ്കാപുരി മർദ്ദനം, പശ്ചാത് രാവണ കുംഭകർണ വധനമേതദ്യ രാമായണം. വഴിയിലൊരു പിഴയും ഉപരോധവും എന്നിയേ വായുസുതാ പോക നല്ലവണ്ണം ധ്രുവം. കല്യാണശീല തവ നല്ല കഥാവിലാസം, വല്ലാതെ ചൊല്ലി മമ ബാല്യത കൊണ്ടിധാനീം. എല്ലാം പൊറുത്തു മമ സങ്കടമാശു തീർപ്പാൻ, ശ്രീ വില്വാദ്രിനാഥ കരുണാകര രാമചന്ദ്ര. രാമായ രാമഭദ്രായ സീതായ പതേ നമഃ.